വെൽക്കം ബാക്ക് ടു സ്റ്റുഡിയോ കിച്ചൺ. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ കുറുമ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുക്കർ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ഏലക്കായ്, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി അരച്ചെടുത്തതാണ്. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനൊരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവറാണ് എടുക്കുന്നത്. ഗ്രീൻ പീസിന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ആദ്യം ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/4 കപ്പ് ഗ്രീൻ പീസാണുള്ളത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. അതിൻ്റെ ബാക്കി വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റ്, 2 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ്, ഇത് രണ്ടും ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതിയാണുള്ളത്. ഒരു 1/4 കപ്പോളം ഉണ്ടാകും. ഇത് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അടുത്തത് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കുറച്ച് ഇതിലുണ്ട്. അപ്പോൾ 1/4 കപ്പ് വെള്ളം മതിയാകും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ ടൈം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വന്ന് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. സെക്കൻഡ് വിസിൽ വരണ്ട, അതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. വെജിറ്റബിൾസ് ആകുന്ന ടൈം കൊണ്ട് അണ്ടിപ്പരിപ്പ് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതൊരു 20-25 അണ്ടിപ്പരിപ്പ് ഉണ്ടാകും. കുക്കറിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. വെജിറ്റബിൾസൊക്കെ കറക്റ്റായി വെന്തിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. കുറച്ച് വെള്ളം മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. ഇതിലിപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. നല്ല പേസ്റ്റ് ആക്കിയിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ചെറുതായിട്ടൊരു തിള വന്നാൽ തന്നെ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും ചേർത്തത് കൊണ്ട് തന്നെ വെക്കുംതോറും ഇതിൻ്റെ കട്ടി കൂടും. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള ഈ വെജിറ്റബിൾ കുറുമ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ.